Hi students, I am Prashant V. Chandran, Assistant Professor, Automobile Engineering Department, SNIT Adoor. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5 ഓട്ടോ ട്രാൻസ്മിഷൻ നമ്മുടെ മൊഡ്യൂൾ 5 നമ്മൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ടിപ്പിക്കൽ ഡ്രൈവ്സ് നമ്മുടെ പോർഷൻസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഓഫ് ടിപ്പിക്കൽ ഡ്രൈവ്സ്. നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ഡ്രൈവ്സ് വേരിയസ് ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ടൈപ്പിൻ്റെയും കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇൻലൈൻ കോൺഫിഗറേഷൻ. അപ്പോൾ ഇൻലൈൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോസ്റ്റാറ്റിക് ഡ്രൈവിൽ ഒരു പമ്പും ഒരു ഹൈഡ്രോളിക് പമ്പും ഒരു ഹൈഡ്രോളിക് മോട്ടറും ഉണ്ട്. അപ്പം നമുക്കറിയാം ഈ പമ്പ്, അതായത് പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻജിനെന്നോ ഏതെങ്കിലും ഒരു പ്രൈം മൂവറിനകത്തു നിന്നുള്ള റോട്ടറി മോഷൻ, അതായത് എന്താണ് പവർ ഇതിനകത്ത് പമ്പിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റിൽ കൊടുക്കുന്നു. ആ പമ്പ് അപ്പോൾ ഓയിലിനെ എടുത്ത് അതിനെ മറ്റേ ഹൈ പ്രഷറിലാക്കി മോട്ടറിനകത്ത് വിടുന്നു. അപ്പം മോട്ടറിനകത്ത് പോയി അത് ഓരോ പിസ്റ്റൻസിനകത്തും കയറി അതിൻ്റെ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് നമുക്ക് റൊട്ടേറ്റ് ആവുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പമ്പിനകത്തു നിന്നുള്ള ഈ ഓയിൽ അറ്റ് ഹൈ പ്രഷർ ഷുഡ് റീച്ച് ദ മോട്ടർ, അതാണ് അതിൻ്റെ കാര്യം. അപ്പം അത് പല ടൈപ്സിലും പല രീതിയിലാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ദ പമ്പ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ മോട്ടർ. പമ്പും മോട്ടറും ഡയറക്റ്റ് കണക്ഷനാണ്. ആൾ ഫ്ലൂയിഡ് ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ ദ പമ്പ് ഓർ മോട്ടർ കോമ്പിനേഷൻ. ഫ്ലൂയിഡ് കംപ്ലീറ്റ് ഇതിന് ഈ പമ്പ് മോട്ടർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെയാണ് ഫ്ലൂയിഡും ഉള്ളത്. സെപ്പറേറ്റ് ടാങ്ക് ഒന്നും കാണത്തില്ല. യൂഷ്വലി യൂസസ് എ വേരിയബിൾ പമ്പ് ആൻഡ് എ കോൺസ്റ്റൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മോട്ടർ. ഇതിനകത്ത് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ പമ്പും ഒരു കോൺസ്റ്റൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മോട്ടറുമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ, ഇൻലൈൻ കോൺഫിഗറേഷൻ ഉള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓയിൽ ടാങ്ക് ഒന്നും കാണത്തില്ല, എല്ലാം ഈ ഒരു യൂണിറ്റിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോട്ടറിൻ്റെ അത് നമ്മുടെ പമ്പിൻ്റെ ഡയറക്റ്റായിട്ട് നമ്മുടെ എൻജിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈം മൂവർ, അത് മോട്ടറായിരിക്കാം, എൻജിനായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അവിടെ കൊടുത്തിട്ട് നമുക്ക് പവർ പമ്പിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റിൽ കൊടുക്കുന്നു. നമുക്ക് മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് കിടക്കുന്നു. മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്നാണ് നമുക്ക് നമ്മുടെ പവർ എവിടെയാണ് വേണമെന്നത് അവിടെ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതൊരു ഇൻലൈൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ്. ഓക്കെ, അപ്പം അടുത്തത് യു ഷേപ്ഡ് കോൺഫിഗറേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് യു ഷേപ്ഡ് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഇൻലൈൻ കോൺഫിഗറേഷനുമായിട്ട് സെയിം ആണ്. ബട്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേതിൽ പമ്പും മോട്ടറും ഒരേ ലൈനിലായിരിക്കും ഇരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പമ്പും മോട്ടറും ഇരിക്കുന്നത് ഒരു യു ഷേപ്ഡ്, ഒരു ചരിഞ്ഞിരിക്കുന്ന യു മാതിരി ഒരു യു ഷേപ്ഡ് ഇതിലായിരിക്കും പമ്പും മോട്ടറും കണക്ട് ചെയ്തിരിക്കുന്നത്. സിമിലർ ടു ദി ഇൻലൈൻ എക്സെപ്റ്റ് ദാറ്റ് ദ മോട്ടർ ഈസ് കണക്റ്റഡ് അണ്ടർ ദ പമ്പ്. അതിവിടെ പമ്പിൻ്റെ അടിയിലായിരിക്കും മോട്ടറിനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ വ്യത്യാസം ഫ്രം ഇൻലൈൻ കോൺഫിഗറേഷൻ. ഇപ്പോൾ ഇൻലൈൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പമ്പും മോട്ടറും ഒരേ ലൈനിലായിരുന്നു അവിടെ കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ യു ഷേപ്ഡ് കോൺഫിഗറേഷനിൽ പമ്പിൻ്റെ നേരെ താഴെയായിട്ടായിരിക്കും നമ്മൾ മോട്ടറിനെ കണക്ട് ചെയ്യുന്നത്. മോട്ടർ ഷാഫ്റ്റ് ഗോസ് ഔട്ട് ദ സെയിം ഡയറക്ഷൻ ആൻഡ് ദ ഇൻപുട്ട് ഷാഫ്റ്റ്. മോട്ടർ ഷാഫ്റ്റ് ഗോസ് ഔട്ട് ദ സെയിം ഡയറക്ഷൻ ആൻഡ് ദ ഇൻപുട്ട് ഷാഫ്റ്റ്, അതായത് പമ്പിലോട്ട് പോകുന്ന ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ മോട്ടറിൻ്റെ ഷാഫ്റ്റും കറങ്ങുന്നു. അതാണ് ഈ ഡയഗ്രാം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ഇൻലൈൻ കോൺഫിഗറേഷൻ ആയാലും യു ഷേപ്ഡ് കോൺഫിഗറേഷൻ ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഓസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കണക്ഷൻ എന്ന് പറയുന്നത് ഈ കോൺഫിഗറേഷൻ ഇറ്റ്സെൽഫ് ഇതിനകത്ത് തന്നെയാണ് ആ കണക്ഷൻ, അതിൻ്റെ ഓയിൽ കടന്നു പോകാനുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ ആ ഹോള് അല്ലെങ്കിൽ ഒരു മാനിഫോൾഡ് എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്ത് തന്നെ അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. വെളിയിൽ നിന്ന് നമ്മളൊരു ഓസ് ഇട്ട് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ഉണ്ടാകുന്നില്ല, കാര്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഒരു കണക്കിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പമ്പിനെയും മോട്ടറിനെയും നമ്മളൊരു ഹോസ് വെച്ച് കണക്ട് ചെയ്താൽ ഈവൻ ഏതെങ്കിലും ഒരു ഹൈ പ്രഷർ ലൈൻ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെളിയിൽ നിന്നൊരു ഒരു ഒബ്സ്റ്റക്കിൾ വന്ന് ഇടിക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓസ് കട്ടായി കഴിഞ്ഞാൽ ഓയിൽ ഈസ് അറ്റ് എ വെരി ഹൈ പ്രഷർ. അപ്പോൾ ഈ ഒരു ചെറിയ ഹോള് അത് ആ ഓസിനകത്തുണ്ടായാൽ അതുവഴി ഓയിൽ ലീക്കായിട്ട് ഈ സിസ്റ്റം ഫെയിലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഈ കേസിൽ ഈ ആദ്യം പറഞ്ഞ കേസിൽ ഇൻലൈനിലായാലും
യു ഷേപ്പ്ഡ് ആയാലും നമ്മുടെ ഈ പറയുന്ന ഹോസ് മൂലം അല്ല കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചാൻസസ് നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യൂസ്ഡ് വെൻ ദ ഡ്രൈവ് ആക്സിൽ ഈസ് അണ്ടർ ഓർ ബിഹൈൻഡ് ദ പ്രൈം മൂവർ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെൻ ദ ഡ്രൈവ് ആക്സിൽ ഈസ് അണ്ടർ ഓർ ബിഹൈൻഡ് ദ പ്രൈം മൂവർ. പ്രൈം മൂവറിൻ്റെ താഴെയോ അതിൻ്റെ ബാക്ക് സൈഡിലോ ഒക്കെ ഡ്രൈവ് ആക്സിൽ വരുന്ന രീതിയിൽ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോൺഫിഗറേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എസ് ഷേപ്ഡ് കോൺഫിഗറേഷൻ. അപ്പോൾ എസ് ഷേപ്ഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലും ഈ പറയുന്ന കണക്ക് നമ്മുടെ പമ്പും മോട്ടറും ഉണ്ട്. ഈ പമ്പും മോട്ടറും എന്ന് പറഞ്ഞാൽ പമ്പിൻ്റെ നേരെ താഴെ തന്നെ ആയിരിക്കും മോട്ടർ ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത നമ്മുടെ യു ഷേപ്ഡിലായിരുന്നെങ്കിൽ പമ്പിൻ്റെയും മോട്ടറിൻ്റെയും ഷാഫ്റ്റ്, പമ്പിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് ആയാലും മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആയാലും രണ്ടും ഒരു സൈഡിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത് രണ്ടും രണ്ട് സൈഡിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പമ്പിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് അതിൻ്റെ യൂണിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡിലുമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്തുള്ള ഹൈഡ്രോളിക് ഓയിലായാലും അതിൻ്റെ ഓയിൽ പാസ് ചെയ്ത് പോകേണ്ട ലൈൻസ് ആയാലും എല്ലാം ഇൻബിൽറ്റായിട്ട് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഓസ് വെളിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരുപാട് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് നമുക്കിവിടെ യൂസ് ആകും. കാര്യം എക്സ്ട്രാ ആയിട്ട് വെളിയിൽ നിന്ന് ഓസ് ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് എന്താണ് ലീക്കേജസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, ഓസ് ബേസ്റ്റായി പോകും, പൊട്ടിപ്പോയി അതിനകത്തൂടെ ഓയിൽ പുറത്ത് വരാനും അങ്ങനെ ഈ സിസ്റ്റം ഇനി ഷട്ട് ഡൗൺ കണ്ടീഷനിൽ പോകാനുള്ള ചാൻസ് ഇവിടെ കുറവാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സിമിലർ, അതായത് എസ് ഷേപ്ഡ് കോൺഫിഗറേഷൻ, ഇറ്റ് ഈസ് സിമിലർ ടു ദ യു ഷേപ്ഡ് കോൺഫിഗറേഷൻ. ദ മോട്ടർ ഷാഫ്റ്റ് ഗോസ് ഔട്ട് ബിഹൈൻഡ് ദ പ്രൈം മൂവർ ബട്ട് അണ്ടർ ഇറ്റ്. ഓക്കെ, അതാണ് യൂസ്ഡ് വെൻ ദ ഡ്രൈവ് ആക്സിൽ ഈസ് അണ്ടർ ദ ലെവൽ ഓഫ് ദ പ്രൈം മൂവർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ആക്സിൽ പ്രൈം മൂവറിൻ്റെ അതേ ലെവലിൽ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന എസ് ഷേപ്ഡ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ആദ്യമേ പഠിച്ച ഇൻലൈൻ കോൺഫിഗറേഷൻ ആയാലും അത് കഴിഞ്ഞ് യു ഷേപ്ഡ് കോൺഫിഗറേഷൻ ആയാലും അത് കഴിഞ്ഞ് എസ് ഷേപ്ഡ് കോൺഫിഗറേഷൻ ആയാലും ഈ 3 കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മൂന്നിലും പമ്പും മോട്ടറും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇൻലൈനിൽ ഒരേ ലൈനിലിരിക്കുന്നു. യു ഷേപ്ഡിലാണെങ്കിൽ പമ്പിൻ്റെ അടിയിൽ മോട്ടർ വരും, രണ്ടിൻ്റെയും ഷാഫ്റ്റ് വരുന്ന ഒരേ ഡയറക്ഷനിലായിരിക്കും, ഒരേ സൈഡിലായിരിക്കും. ബട്ട് എസ് ഷേപ്പിലാണെങ്കിൽ പമ്പിൻ്റെ അടിയിൽ മോട്ടർ വരും, ബട്ട് രണ്ടിൻ്റെയും ഷാഫ്റ്റ് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3 എണ്ണത്തിലും എന്തില്ല, എക്സ്റ്റേണലി നമ്മളൊരു ഓസോ പൈപ്പോ ഉപയോഗിച്ച് ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചാൻസസ് ഓഫ് ലീക്കേജസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺഫിഗറേഷൻ സ്പ്ലിറ്റ് കോൺഫിഗറേഷനാണ്. അപ്പോൾ സ്പ്ലിറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, പമ്പ് ഒരു സ്ഥലത്തിരിക്കും, മോട്ടർ വേറൊരു സ്ഥലത്തിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പമ്പെന്നുള്ള ഹൈ പ്രഷർ ഓയിലിനെ നമുക്ക് മോട്ടറിൽ എത്തിക്കണം. രണ്ട് സൈഡ് സ്ഥലത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കണക്ഷൻ ഓസുകൾ വേണം, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഇതിൻ്റെ റിട്ടേൺ, ഓക്കെ, ഓസ് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ കോൺഫിഗറേഷൻ നമ്മൾ പറയുന്ന പേര് സ്പ്ലിറ്റ് കോൺഫിഗറേഷൻ എന്നാണ്. ബിക്കോസ് രണ്ടും ഒരു യൂണിറ്റ് അല്ല, പമ്പും മോട്ടറും 2 യൂണിറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ട്രാൻസ്മിഷൻ. ഹൈഡ്രോസ്റ്റാറ്റിക് ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഓഫേഴ്സ് ദ എബിലിറ്റി ടു ഓപ്പറേറ്റ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദ പ്രൈം മൂവർ സ്പീഡ്. അപ്പോൾ പ്രൈം മൂവർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആണ് ആക്ച്വലി വണ്ടി മൂവ് ആയി തുടങ്ങുന്നത്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു 0 to ഒരു 20 അല്ലെങ്കിൽ 25 km/h വരെ പോവാം. അപ്പോൾ ഈ ഒരു 0 to 20 km/h അത്രയും സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സിലേറ്റർ കൊടുക്കും. ആക്സിലേറ്റർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ്റെ, അതായത് പ്രൈം മൂവറിൻ്റെ സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലങ്ങനെ ഒരു
ആവശ്യകത ഇല്ല. കാര്യം എഞ്ചിൻ ഒരേ RPM കറങ്ങിയാൽ മതി, നമുക്ക് ഈ പറയുന്ന സ്പീഡ് വേരിയേഷൻസ് ഇല്ലാതെ തന്നെ വരുത്താം. എഞ്ചിൻ്റെ സ്പീഡ് കൂട്ടാതെ തന്നെ, അല്ലെങ്കിൽ ആ പ്രൈം മൂവറിൻ്റെ സ്പീഡ് കൂട്ടാതെ തന്നെ ഇതിനകത്ത് സ്പീഡ് റേഞ്ച് വേരിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. It offers the ability to operate over a wide range of speeds without changing the prime mover speed. Okay, it can change speeds rapidly because there are no large parts which add inertia. അപ്പോൾ ഇതിനകത്ത് സ്പീഡ് നമുക്ക് റാപ്പിഡായിട്ട് വളരെ വളരെ ഹൈ റേറ്റിൽ നമുക്ക് സ്പീഡ് വേരിയേഷൻസ് നടത്താൻ പറ്റും. കാര്യം ഇവിടെ ലാർജ് പാർട്സ്, ഇനേർഷ്യ കൊടുക്കുന്ന ലാർജ് പാർട്സ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ വണ്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇനേർഷ്യ കൊടുക്കുന്ന ഒരുപാട് പാർട്സ് അതിനകത്തുണ്ട്. അപ്പോൾ എഞ്ചിനായാലും അതിൻ്റെ ഫ്ലൈ വീലായാലും അതിൻ്റെ ക്ലച്ച് ആയാലും അതിൻ്റെ ഗിയർ ബോക്സ് ആയാലും ഗിയർ ബോക്സിനകത്ത് വേരിയസ് ഗിയർ വീൽസ് ആയാലും അല്ല അതിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആയാലും അതിൻ്റെ ഡിഫറൻഷ്യൽ യൂണിറ്റിനകത്തുള്ള സൺ ആൻഡ് പ്ലാനറ്റ് ഗിയർ അറേഞ്ച്മെൻ്റ് ആയാലും അതിൻ്റെ ആക്സിൽ ആയാലും ഈവൻ ടയറിൻ്റെ ഡിസ്ക് ആയാലും ഇതെല്ലാം ഇനേർഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കിതിനകത്ത് ഇല്ല. ഓക്കെ, ഗിയർ ബോക്സ് ഇല്ല, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് നമുക്ക് റാപ്പിഡായിട്ട് വേരി ചെയ്യാൻ പറ്റും. സ്പീഡ് ക്യാൻ ബി വേരിഡ് റാപ്പിഡ്ലി. അടുത്തത് ഈ പ്രൊവൈഡ് ഡൈനാമിക് ബ്രേക്കിംഗ്. ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഈ ഹൈഡ്രോളിക് മോട്ടറിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ബ്രേക്കിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കുറച്ച് വണ്ടിയെ നിർത്തുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. സ്പീഡ് നമുക്ക് കുറയ്ക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഗ്രാജുവലായിട്ട് ഇപ്പോൾ 5th ഗിയറിൽ പോകുന്ന വണ്ടി 4th ആക്കി കഴിഞ്ഞാൽ സ്പീഡ് കുറയും, അതിനെ 3rd ആക്കിയാൽ പിന്നെ സ്പീഡ് കുറയും, 2nd ആക്കിയ സ്പീഡ് കുറയും, പിന്നെ അത് നിന്നതിന് ശേഷം ഫസ്റ്റ് ഇടാനേ പറ്റത്തുള്ളൂ, നിൽക്കുന്നതിനകത്ത് ഫസ്റ്റ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റും. ബട്ട് ഇതിലെന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ ഇപ്പം നമുക്ക് അതിൽ വേരിയസ് കൺട്രോൾസ് ഉണ്ട്. ആ കൺട്രോൾസ് ഉപയോഗിച്ച് ഇപ്പം ബ്രേക്കിംഗ് ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദർ ഈസ് നോ ഇൻറ്ററപ്ഷൻ ഓഫ് പവർ ടു ദ വീൽസ് വെൻ ഷിഫ്റ്റിംഗ്. അതായത് നമ്മളിപ്പം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 1st and 2nd മാറുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി മാറുന്ന സമയത്ത് മാറുന്ന ആ മൊമെൻറ്റിൽ ആക്ച്വലി പവർ ട്രാൻസ്മിഷൻ ഇല്ല. അന്നേരം പവർ ട്രാൻസ്മിഷൻ നടന്നാൽ നമുക്ക് ഗിയർ മാറാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ദർ ഈസ് നോ ഇൻറ്ററപ്ഷൻ ഓഫ് പവർ ടു ദ വീൽസ് വെൻ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഗിയർ ഷിഫ്റ്റിംഗ് സമയത്തുണ്ടാകുന്ന ഇൻറ്ററപ്ഷൻ ഓഫ് പവർ, അതായത് താൽക്കാലികമാണെങ്കിൽ പോലും അന്നേരം ഒരു പവർ നിൽക്കുന്നൊരു കണ്ടീഷനുണ്ട്, അത് ഇവിടെ ഇല്ല. ഓക്കെ, അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. ഓക്കെ, അടുത്ത ഇതിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് സർക്യൂട്ട്സ് ആണ്. വേരിയസ് ഹൈഡ്രോസ്റ്റാറ്റിക് സർക്യൂട്ട്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇതിനകത്തൊരു പമ്പുണ്ട്, ഒരു മോട്ടറുണ്ട്. ഇപ്പോൾ പമ്പ് ഇതിനെടുത്ത് പ്രഷറൈസ് ചെയ്ത് മോട്ടറിനകത്ത് കൊണ്ടുപോയി മോട്ടറിൽ നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടിയിട്ട് ആ ഓയിൽ നേരെ വരുന്നത് റിസർവയറിലാണ്. ഈ റിസർവയറിൽ നിന്ന് പിന്നെ പമ്പ് സെപ്പറേറ്റ് ആയിട്ട് ഈ റിസർവയറിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇത് രണ്ടും തമ്മിൽ കണക്ഷനൊന്നും ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ഡയറക്റ്റ് കണക്ഷൻ ഒരു സ്ഥലത്തേ ഉള്ളൂ. എവിടെയുള്ള ഒരു ഒറ്റ സ്ഥലത്തേ കണക്ഷനുള്ളൂ, അങ്ങോട്ട് പോകാൻ. അതായത് പമ്പ് ടു മോട്ടർ എന്ന് പറയുന്നൊരു കണക്ഷനുള്ളൂ. എ ഫ്ലൂയിഡ് കംസ് ഫ്രം ദ ടാങ്ക് ആൻഡ് ഈസ് പമ്പ്ഡ് ടു ദ മോട്ടർ. ഓക്കെ, വെൻ ദ ഫ്ലൂയിഡ് ലീവ്സ് ദ മോട്ടർ ഇറ്റ് ഗോസ് ബാക്ക് ടു ദ ടാങ്ക്. അപ്പോൾ ഇത് മോട്ടറിൽ നിന്ന് ഇറങ്ങുന്ന ഫ്ലൂയിഡ് നേരെ ടാങ്കിലാണ് പോകുന്നത്. ഡസ് നോട്ട് റിക്വയർ എ ചാർജ് പമ്പ്. ഇതിനകത്ത് ചാർജ് പമ്പ് എന്നൊരു സാധനത്തിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇത് തന്നെ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് നമ്മൾ ഈ പറയുന്ന ചാർജ് പമ്പൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ റിസർവയർ ഒരു കുഞ്ഞ് റിസർവയർ ഏറ്റവും താഴെ ആ ചാർജ് പമ്പിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ മെയിൻ ലൈൻ വരെ എപ്പോഴും ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ മെയിൻ പമ്പെന്നൊരു ലൈൻ പോയി ഹൈഡ്രോളിക് മോട്ടറിൽ എത്തി, അവിടെ നിന്ന് വരുന്ന ഔട്ട് പിന്നും നേരെ പമ്പിലോട്ടാണ് വരുന്നത്. അത് നേരെ റിസർവയർ പോകുന്നില്ല. The fluid is pumped to the motor. As the fluid leaves the motor, it is returned to the pump inlet. Requires a charge pump. അപ്പോൾ ഇതിനകത്ത് ഒരു ചാർജ് പമ്പ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് വേരിയസ് ടൈപ്സ് ഓഫ് കോൺഫിഗറേഷൻസ് ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഇത് ചോദിക്കും. അതുകൊണ്ട് ഇത് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.